യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വചനങ്ങൾ നമുക്ക് കേൾക്കുവാനും ദൈവത്താലുള്ള ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചതായ വേദചിന്ത എഫീസ് ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിച്ചു: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇത് ദൈവം നമ്മളോട് വ്യക്തമായി പറയുന്നതായ ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ആ ബലം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതം വളരെയധികം ദുസ്സഹമായി മാറും. അങ്ങനെ ദൈവം നമ്മളോട് അരുളി ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം എഫീസ് ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ പിശാചിന്റെ തന്ത്രങ്ങളോട് എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പിശാച് നമുക്കെതിരെ എപ്പോഴും തന്ത്രങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമുക്കെതിരെ ചില പദ്ധതികൾ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യമുണ്ട്: എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രയാസങ്ങൾ കടന്നു വരുന്നത്? എന്തുകൊണ്ട് ഞാൻ വിശ്വസിച്ചവരായ ആളുകൾ എനിക്കെതിരായിട്ട് മാറുന്നു? എന്തുകൊണ്ട് ഞാൻ സ്നേഹിച്ചവരായ ആളുകൾ എനിക്ക് എതിരായിട്ട് മാറുന്നു? നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടാത്തതായ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം പിശാച് നമുക്കെതിരെ പല ചിന്തകളും പദ്ധതികളും അവൻ തയ്യാറാക്കുന്നു എന്നുള്ളതിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് തന്നെ തന്ത്രങ്ങൾ എന്നാണ്. ഇംഗ്ലീഷിൽ വൈൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സൂത്രത്തോടുകൂടെ അവൻ നമ്മളിൽ പ്ലാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും അതിനെ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് ഈ ചിന്തകളിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അതിന് കാരണമായി ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ കാര്യം, നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെ പിശാചിന്റെ ധാരാളമായിട്ടുള്ള അവന്റെ തന്ത്രങ്ങൾ നമ്മെ ഒരു പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആ സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അപ്രകാരമുള്ള സാത്താന്യ പദ്ധതികളെ നേരിടുവാൻ ഈ ഭൂമിയിലെ ആയുധങ്ങൾ ഒരിക്കലും മതിയാവുകയില്ല. മറ്റൊരു വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടുവാൻ ഒരിക്കലും മാനുഷികമായിട്ടുള്ള കാര്യങ്ങളല്ല അതിന് പരിഹാരമായിട്ടുള്ളത്. മറിച്ച് ദൈവം നമ്മെ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. ഇവിടെ നമ്മൾ വായിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള തന്ത്രങ്ങളിലൂടെ പിശാച് നമ്മെ പരാജയപ്പെടുത്തരുത്. ആത്യന്തികമായി നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ടതിന് വേണ്ടി, ആത്യന്തികമായി ദൈവകൃപയിൽ നിന്നും നമ്മൾ മാറിപ്പോകുക എന്നുള്ളതൊക്കെയാണ് പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നമ്മൾ ഓർക്കും, ഇത് അങ്ങനെ വിട്ടാ പോരാ, ഇതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. പക്ഷെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യം എന്താ? നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാം. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ എന്നേക്കും നമ്മെ കുറ്റബോധത്തിൽ അടിമകളാക്കി തീർക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മൾ വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആരും പരിഭ്രമിച്ചു പോകണ്ട, നമ്മൾ ആരും തളർന്നു പോകണ്ട. കാരണം ഈ എഫീസ് ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട്.
അത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. ആമർ ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ആർമർ ഓഫ് ഗോഡ്? ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ 6:12 വാക്യം മുതൽ വളരെ വ്യക്തമായി ഓരോ ആയുധവർഗത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ ആയുധവർഗം അത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ ആയുധങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇനിയും എവിടെയാണ് ദൈവത്തിന്റെ ആയുധത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നത്? നമ്മൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തു തന്നെ ഇതേപോലെ തന്നെ ആയുധങ്ങളെ കുറിച്ച് ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. ആ വാക്യം നമുക്ക് ഒന്ന് വായിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-21 വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. 22 വാക്യം: അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ച് എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു ഈ ആയുധവർഗത്തിന്റെ പ്രത്യേകത. ബലവാനായവൻ ആയുധം ധരിച്ച് അവന്റെ അരമന കാക്കുമ്പോൾ അവനെല്ലാം ഭദ്രമാണ്. പക്ഷെ അവനിലും ബലവാനായ മറ്റൊരുവൻ കടന്നു വരുമ്പോൾ ഇവന്റെ ആയുധവർഗം പിടിച്ചു പറിച്ച് അവനെ ഇല്ലാതാക്കി കളയുമെന്നുള്ള വളരെ വ്യക്തമായ സൂചന ഇവിടെ കർത്താവ് യേശുക്രിസ്തു നൽകുന്നു. ഒരുപക്ഷെ കർത്താവ് യേശുക്രിസ്തു ഒരു പ്രവചനികമായി സംസാരിച്ചു എന്ന് വേണം നമുക്ക് ഇവിടെ പറയുവാൻ. കാരണം പിശാച് അവന്റെ ആയുധവർഗം ധരിച്ച് അവനുള്ളതെല്ലാം കാത്തുകൊണ്ട് വളരെ സേഫായിട്ടിരിക്കുന്നു എന്ന് തോന്നിയതായ നിമിഷം സർവായുധവർഗം ധരിച്ചവനായ കർത്താവ് യേശുക്രിസ്തു സ്വർഗോന്നതകളെ വിട്ട് താണഭൂമിയിലേക്ക് കടന്നു വന്ന് അവൻ തന്റെ ആ സർവായുധത്താൽ കാൽവറിയുടെ കുരിശിൽ വെച്ച് പിശാചിനെ തോൽപ്പിച്ച് അവന്റെ ആയുധവർഗം താഴെ വെപ്പിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കർത്താവ് യേശുക്രിസ്തു പിശാചിനെ ജയിച്ച് ആ ജയം അവൻ കൊണ്ടാടി എന്ന് മാത്രമല്ല, അതേ ആയുധവർഗം നമുക്ക് കർത്താവ് യേശുക്രിസ്തു നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സർവായുധവർഗം എന്നുള്ളതിന് ഉള്ള വ്യക്തമായിട്ടുള്ള നിരീക്ഷണം. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 59 അധ്യായം അതിന്റെ 17 വാക്യം: അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ട് അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. ദൈവം അനുവദിച്ച നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ധ്യാനിക്കാൻ പോകുന്ന വാക്യത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗമാണെന്ന് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഇവിടെ യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം എപ്രകാരമാണ് സർവായുധ വർഗധാരിയായിരിക്കുന്നത്. നമ്മൾ ഈ എഫീസ്യ ലേഖനത്തിൽ തന്നെ കാണുന്നുണ്ട്, രക്ഷ എന്ന ശിരസ്ത്രവും അതുപോലെ നീതി എന്ന കവചവും, അതേപോലെ തന്നെ ഒരു പടയാളി ധരിക്കുന്നതായ വസ്ത്രം എത്രത്തോളം അവനെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്നുള്ളതും, ഇതേപോലെ തന്നെ ദൈവം സർവായുധധാരിയായി നിൽക്കുന്നു എന്നുള്ള ആ വലിയ ആത്മീയമായ ദർശനം യെശയ്യാ പ്രവാചകനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതും അതുതന്നെയാണ്. അവൻ സർവായുധ വർഗധാരിയായി. യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിസ്സഹായനായി കിടക്കുന്ന ഒരു യേശുവിനെയാണ്. നമുക്ക് ക്രൂശിൽ യേശുവിനെ കാണുവാൻ കഴിയുന്നത് കാലിലും കൈയിലും എല്ലാം ആണികൾ തറയ്ക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം ചുടിവനായി, എല്ലാവരും അവനെ പരിഹസിക്കുകയും അവനെ കളിയാക്കുകയും ചെയ്യുന്നവനായി യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, സർവായുധ വർഗ ആയുധധാരിയായ നമ്മുടെ കർത്താവായ യേശു അവൻ കാൽവറിയിൽ ജയം കൊണ്ടാടുകയായിരുന്നു. അത് സംബന്ധിച്ച് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാൻ കഴിയട്ടെ. കൊലോസ്യ ലേഖനം 2 അധ്യായം അതിന്റെ 15 വാക്യം: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അധികാരങ്ങളെ യേശു പരസ്യമായി കാഴ്ചയാക്കി മാറ്റി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് യേശു ഒരു പരസ്യ കാഴ്ചയായെന്ന. അല്ലല്ല, യേശുവല്ല പരസ്യ കാഴ്ചയാകുന്നത്. മറിച്ച് പിശാച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ആ ക്രൂശിലെ യേശുവിന്റെ മരണമാണ്. പക്ഷെ പിശാച് പ്രതീക്ഷിച്ചത് ക്രൂശിലെ മരണം യേശുവിന്റെ പരാജയമാണെന്ന. പക്ഷേ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം,
മരണത്തെയും പാതാളത്തെയും ജയിച്ചെഴുന്നേറ്റവനായി, മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരമുള്ളവനായ, മരണത്തിന്മേൽ അധികാരമുള്ളവനായ കർത്താവ് യേശുക്രിസ്തു സാത്താനെ തോൽപ്പിച്ച ജയാളിയായതുപോലെ അങ്ങനെയുള്ള ഒരു ജയമാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തെടുത്തത്. ആ ജയം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതേ ആയുധം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. റോമലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തു ആ ആയുധവർഗത്തെ നമുക്ക് നൽകി. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ ആ മഹാത്യാഗത്തെ അംഗീകരിക്കുന്നവർ, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നവരായ പ്രിയപ്പെട്ടവർ, അവർക്ക് ഈ ആയുധവർഗം ദൈവം തന്നിരിക്കുകയാണ്. നോക്കണേ, പഴയ നിയമകാലത്താണെങ്കിലും പുതിയ നിയമകാലത്താണെങ്കിലും ഈ ആയുധവർഗത്താലാണ് ദൈവം ജയാളിയായത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നമുക്കും ജയം പ്രാപിക്കാൻ സാധിക്കും. എന്തിനെതിരെയാണ്? പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും നേരിടുന്നതായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ അയൽവക്കക്കാരിൽ നിന്ന്, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ സ്നേഹിതരിൽ നിന്ന്, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് തന്നെ. പക്ഷെ ഇത് ഏതായാലും ആ തന്ത്രങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കണം. എന്താണ് ദൈവത്തിന്റെ സർവായുധവർഗം എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. നിങ്ങൾ വിശുദ്ധ വേദോസ്തം വായിക്കുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം രൂപാന്തരപ്പെടുത്താൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ സർവായുധവർഗം ധരിപ്പാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് പിശാചിന്റെ ഏതൊരു തന്ത്രത്തെയും, ഏത് സ്കീംസിനെയും നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയും. പിശാച് നമ്മുടെ മേൽ പ്രബലമായി തീരുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അടുത്ത ദിവസത്തെ വേദവചന ചിന്തകൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പീൻ എന്നുള്ളതായ ആ വചനം, അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ധരിക്കേണ്ടതെന്നും ഞങ്ങളുടെ ദൈവത്തിന്റെ ആയുധവർഗമാണ് അതെന്നും ഞങ്ങൾക്ക് ആ ആയുധവർഗം തന്നിരിക്കുന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു.